ടീച്ചർ എങ്ങനെ സ്ഥാനാർത്ഥിയായി, എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി? എങ്ങനെ സ്ഥാനാർത്ഥിയായി എന്നുള്ളതിന് എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. എന്നെ സ്ഥാനാർത്ഥിയാക്കിയെന്നുള്ള ഒരു ദിവസം ഞാൻ അറിയുന്നു. അത് മോദിജിയാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് ഞാൻ അറിഞ്ഞ വിവരം. പിന്നെ എൻ്റെ അടുത്തൊരു ബയോഡേറ്റയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. അപ്പോൾ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാകാമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിയെന്നും പറഞ്ഞിരുന്നു. ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ച പോലെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഒരു സന്ദേശം നൽകുന്നില്ല അല്ലേ? എന്താണ് ആ സന്ദേശം? സ്ഥാനാർത്ഥിത്വത്തിൽ കൂടി ഞാൻ തരുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലും പിന്നെ നമ്മുടെ കേരളത്തിലും ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതായിട്ടുള്ള ഒരുമാതിരി കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, മനുഷ്യരെല്ലാവരെയും ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ കോളേജുകളിൽ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ, പഠിക്കാൻ കുട്ടികളെ വിടാനായിട്ട് പേരൻസിന് നിർഭയമായിരിക്കുകയാണ്. ഇതേപോലെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് നമുക്ക്. നമ്മുടെ ഖജനാവിൽ ഒന്നുമില്ല. ഇവിടെ പെൻഷൻ കൊടുക്കാനില്ല, ശമ്പളം കൊടുക്കാനില്ല, ഒന്നുമില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ പോലും കൊടുക്കാനായിട്ട് കാശില്ല. അപ്പം എങ്ങനെ ഈ ഒരു അവസ്ഥ മുൻപോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായി തീരുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ എന്നെ അനുവദിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ മോശമായി തീരും. ഇപ്പൊ തന്നെ മോശമാണ്, നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോദിജിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് ശക്തി കൊടുക്കുക. അതിന് ഇവിടെ മത്സരിക്കുന്ന എല്ലാ NDA സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു. സബ്കാ സാത്ത് സബ്കാ വികാസ് അല്ലേ? സബ്കാ സാത്ത് സബ്കാ വികാസ്. മോദിജി ഫോണിൽ വിളിച്ചില്ലേ? തോന്നി? അയ്യോ, എന്നോട് സരസുജി സുഖമാണോ എന്ന് മലയാളത്തിലാണ് ചോദിച്ചത്. അത് കേട്ടപ്പോൾ ഞാൻ അങ്ങ് ആകെ എക്സൈറ്റഡ് ആയി. എനിക്ക് ആദ്യം ഞാൻ സംസാരിക്കാൻ പറ്റുമോ എന്നങ്ങട് ഒരു അങ്ങനത്തെ ഒരു എന്താന്ന് എനിക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരു ഭാഷയിലും സാധിക്കില്ല. ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് ഒരു ബ്ലെസ്ഡ് ഡേ ആണ്. എന്റെ ജീവിതത്തിലെ ഒരാൾക്ക് മറക്കാൻ കഴിയുമോ? ഞാൻ ഒരു സാധാരണക്കാരിയായ ഒരാൾ, ഒരു രാഷ്ട്രീയ പ്രവർത്തകയല്ല, ആരുമല്ല. അങ്ങനെയുള്ള ഒരാളെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം വേറെ ഇനി എന്താണ് എനിക്ക് വരാനുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. അദ്ദേഹം അത് മാത്രമല്ല, അദ്ദേഹം പിന്നീട് പറഞ്ഞത് അദ്ദേഹമാണ് എന്നെ സെലക്ട് ചെയ്തത്, എന്റെ കഴിവിൽ വിശ്വാസമുണ്ട്. എന്നോട് ചോദിച്ചത് MB ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചത്, അല്ലാതെ MB ആകുമോ എന്നൊന്നും അല്ല ചോദിച്ചത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്റെ സർവീസിൽ ഇങ്ങനെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ള അറിവൊക്കെ ഉണ്ടെന്നൊക്കെയാണ് എന്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞത്. എല്ലാവരും കേട്ടതാണ്, അദ്ദേഹം ഞാൻ സംഭാഷണം എല്ലാവരും കേട്ടതാണ്.